ഫ്രണ്ടിലെ ഡിസൈനേക്കാൾ എനിക്കിഷ്ടം പിൻഭാഗത്തെ ഡിസൈനാണ്. കാരണം ഇത് ഹൃദയം കൊണ്ട് വാങ്ങിക്കേണ്ട ഒരു വണ്ടിയാണ്. വെൽക്കം ടു ടർബോ ഡ്രൈവ്. വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ ഒരു വാഹനം നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയം വന്നു. അതൊരു ഓഫ് റോഡ് സെൻട്രിക് വാഹനമായിരിക്കണം, കൂടാതെ അതൊരു പ്രാക്ടിക്കാലിറ്റി മീറ്റ് ചെയ്യുന്നൊരു വാഹനമായിരിക്കണം. സോ അതിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു ജിംനി 5 ഡോർ. ജിംനി 3 ഡോറാണ് വേൾഡ് വൈഡായിട്ട് പോപ്പുലർ ആയിരിക്കുന്നത്. ഏകദേശം 200-ൽ പരം രാജ്യങ്ങളിൽ ജിംനി 3 ഡോർ വിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇന്ത്യയിലേക്ക് പ്രാക്ടിക്കാലിറ്റിയും ആ ഒരു ഇന്ത്യൻ കൺസ്യൂമറിൻ്റെ ടേസ്റ്റും മനസ്സിലാക്കിക്കൊണ്ടാണ് ജിംനി 5 ഡോറിനെ ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചത്. ആക്ച്വലി ആ ഒരു 5 ഡോർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആക്ച്വലി നല്ലൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയധികം പ്രാക്ടിക്കാലിറ്റിയും യൂട്ടിലിറ്റിയും ഓഫ് റോഡ് കേപ്പബിലിറ്റിയും ഉള്ള ഒരു വാഹനം കൂടിയാണ് ജിംനി എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു വീൽ ഗ്യാപ്പും ഈ ഒരു വീലിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്യുവർ ഓഫ് റോഡിക് സെൻട്രിക്കായിട്ട് ഡിസൈൻ ചെയ്തൊരു വാഹനമായിട്ട് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വീല് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം കണ്ടോ, ഒരു ബമ്പറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇത് ഓഫ് റോഡിനെ വളരെ അധികം കേപ്പബിളായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇറക്കം ഇറങ്ങുമ്പോഴും ഒരു കയറ്റം കയറുമ്പോഴും ഇതിൻ്റെ ബമ്പർ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വീൽ ആർച്ചിലെ ഗ്യാപ്പ് കൊടുക്കുന്നത് പോലും ഇൻ കേസ് സ്നോ ടെറൈനിൽ കൂടെ പോകുകയാണെങ്കിൽ ചെയിൻ ഇട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ പോലും ഇതിന് ഡാമേജ് പറ്റാത്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു അലോയ് വീൽ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം പ്യുവർ ഓഫ് റോഡ് സെൻട്രിക് അല്ലെങ്കിൽ ഒരു കോർ ഓഫ് റോഡ് എലമെൻറ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വാഹനമായിട്ട് പറയുന്നത്. ഡിസൈൻ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിലും വളരെ ഗിമ്മിക്കുകളൊന്നും ഇല്ലാതെയാണ് ജിംനി ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മിനിമലായിട്ടുള്ള ഡിസൈൻ എലമെൻ്റ് ആണ്. ഹെഡ്ലാമ്പ് കാണാം, അതിൽ പ്രൊജക്ടർ LED ഹെഡ്ലാംപ്സ് DRLL ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഹാലജൻ ഫോമിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് കാണാം, ഹെഡ്ലാമ്പ് വാഷർ കൊടുത്തിട്ടുണ്ട്. ഇതും ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ആൻഡ് ക്രോം പാറ്റേണുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിന് കുറച്ചുകൂടി ഡിസൈൻ അഴക് നൽകുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബമ്പർ എന്നൊക്കെ പറയുന്നതെല്ലാം പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് ഇതിൻ്റെ കോസ്റ്റ് 1200 രൂപ വരുന്നുള്ളൂ. ഡാമേജ് ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് 1200 രൂപയാണ്. സോ അത്രയധികം അഫോർഡബിൾ ആയിട്ടും മെയിൻ്റനൻസ് ഫ്രണ്ട്ലി ആയിട്ടും കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് സുസുക്കിയും ഈ ജിംനിയും. 5 സീറ്റർ ആയതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റി കുറച്ചുകൂടി കൂടുതലാണ് ഈ ഒരു ജിംനിയിൽ. ആൻഡ് ബൈക്കിലും 2 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂം ഒക്കെ ഉണ്ട്. സോ കുറച്ചുകൂടി ഉയർന്ന ഒരു പൊസിഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത്. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റിയും കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പിൻഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. സോ മാരുതി ജിപ്സി ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോഴും ഈ ഒരു സ്പെയർ വീൽ ബാക്കിലാണ് മൗണ്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഓഫ് റോഡ് സെൻട്രിക് വാഹനത്തിനെല്ലാം അല്ലെങ്കിൽ ഈ ഒരു SUV പ്യുവർ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വേൾഡ് വൈഡ് ആണെങ്കിലും നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് കൊടുത്തിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു സ്പെഷ്യൽ ഭംഗി ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബമ്പറിലാണ് ടെയിൽ ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും റിവേഴ്സ് പാർക്കിംഗ് ക്യാമറയും എല്ലാം നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ എല്ലാം കോസ്റ്റ് വളരെ കുറവാണ്. സോ വൺസ് ഒന്ന് ഡാമേജ് ആയി കഴിഞ്ഞാൽ മാറ്റാനായിട്ട് നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതാണ് മാരുതി ഒരു ഓഫ് റോഡ് സെൻട്രിക് വാഹനം ഇറക്കി കഴിഞ്ഞാൽ അതൊരു കോമൺ മാൻ്റെ ലൈഫിലേക്കും അതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റിയും അതിൻ്റെ ഒരു അഫോർഡബിലിറ്റിയും വരാനുള്ളതിൻ്റെ കാരണം. ആൻഡ് ഹൈഡ്രോളിക് എലമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ബൂട്ട് ഡോറാണ്. സോ അതുകൊണ്ട് തന്നെ ഏത് ടെറൈനിൽ കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് വിത്തൗട്ട് എനി ഹെൽപ്പ് ഈ ഒരു ബൂട്ട് ഡോർ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മാരുതി സുസുക്കി ജിംനി ഹൃദയം കൊണ്ട് വാങ്ങേണ്ട ഒരു വണ്ടിയാണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു വാഹനം ആ ഒരു മീനിങ് ഫുള്ളായിട്ട് മാറുന്നത്. സോ ആക്ച്വലി ഇതൊരു ടൈനി ആയിട്ടുള്ള വാഹനമാണ്. ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു വാഹനം, അത് ഏത് ഓബ്സ്റ്റക്കിൾസും ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കായിട്ട് വേണ്ട എല്ലാ ഫംഗ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ലാഡർ ഓൺ ഫ്രെയിം ഷാസിയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു ഓഫ് റോഡ് ഓൺ റോഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. സോ ഇത്രയധികം കുറേയധികം എലമെൻറ്റ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 50-50 ഒരു റേഷ്യോയിലെ കംഫർട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഓഫ് റോഡ് കേപ്പബിലിറ്റി ആയിട്ട് മാത്രമല്ല ജീപ്പ് പോലുള്ള ഹാർഡ് കോർ ഓഫ് റോഡ് വാഹനങ്ങൾക്ക് നമുക്ക് ഒരിക്കലും ഒരു കംഫർട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കംഫർട്ടും കിട്ടുന്നുണ്ട്, എന്നാൽ ഓഫ് റോഡിന് വേണ്ടിയിട്ട് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ജിംനി എന്ന് പറയുന്നത്. സോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർഡും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിംഗ് AC വരുന്നുണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആൻഡ് ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡോറിലൊന്നും മിററിൻ്റെ ഫംഗ്ഷൻസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ സെൻട്രൽ കൺസോളാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു ഡോർ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ മിററിൽ കൊടുത്തിട്ടില്ല. സോ ഓഫ് റോഡ് സെൻട്രിക് വാഹനമാവുമ്പോൾ അതൊക്കെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഇതിൻ്റെ ഡിപ്പാച്ചറും അപ്രോച്ച് ആംഗിളും വളരെ മികച്ചതായതുകൊണ്ട് ഏത് ടാക്കിളും ഏത് ഒബ്സ്റ്റക്കിൾസും വാഹനത്തിന് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് കുറച്ച് ഹെവിയാണ്. ഈ ഒരു ഷാസി ലാട്രോൺ ഫ്രെയിം ഷാസിയിൽ ബിൽഡ് ചെയ്ത വാഹനമായതുകൊണ്ടാണ് സ്റ്റിയറിംഗ് കുറച്ച് ഹെവി ആയിട്ട് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ആ ഒരു റെട്രോ ഫീൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഡിജിറ്റലും ലോഗോമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ മൈലേജ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സിറ്റി ലൈഫിൽ ഒരു 10 to 12 ആണ് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത്. ഒരു ഹൈവേ റണ്ണിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു 16 to 18 ഒക്കെ ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കംഫർട്ട് തരുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനം, ഡെയിലി ലൈഫിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഡെയിലി മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ഓഫീസ് യൂസിനും പോകാം. സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഓഫ് റോഡ് ഇവൻറ്റിലൊക്കെ പോകണമെങ്കിലും പറ്റുന്നൊരു വാഹനമാണ്. അതായത് എല്ലാ പർപ്പസിനും വേണ്ടിയിട്ട് ഉള്ള ഒരു വാഹനം. ഒരു റഫ് ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. എല്ലാ പർപ്പസും മീറ്റ് ചെയ്യുന്ന ഒരു വാഹനമായിട്ട് നമുക്ക് ജിംനിയെ കാണാം. ആക്ച്വലി ഇന്നൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഈ ഒരു വാഹനത്തിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിരവധി കുന്നുകളും മലകളും കാണുന്നുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ സമയമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വാഹനവുമായിട്ടാണ് എൻ്റെ യാത്രകൾ. സോ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ ഒരു വാഹനം. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ കുറച്ച് എപ്പിക് ഓഫ് റോഡ് കണ്ടൻസുമായിട്ട് വരുന്നുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.